പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ സീറോ മലബാർ സഭയുടെ നിലപാടിനെ സംഘപരിവാറിന് അനുകൂലമായി ചിത്രീകരിക്കുന്നതും ലവ് ജിഹാദിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ മുസ്ലിം സമുദായത്തിനെതിരായുള്ള നീക്കമായി പ്രചരിപ്പിക്കുന്നതിനുമെതിരെ വിശ്വാസികളും പൊതുസമൂഹവും ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ സഭ മെത്രാൻ സിനഡിന്റെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ആഹ്വാനം ചെയ്തു. ജനുവരി 15-ന് അവസാനിച്ച സീറോ മലബാർ സഭയുടെ 28ാമത് സിനഡിന്റെ ആദ്യ സമ്മേളനത്തിനിടയിൽ സീറോ മലബാർ മീഡിയ കമ്മീഷൻ നൽകിയ പ്രസ്താവനകളിലും സിനഡാനന്തര സർക്കുലറിലുമാണ് ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സീറോ മലബാർ സഭയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സിനഡ് സമ്മേളനത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള സഭയുടെ നിലപാട് വ്യക്തമാക്കിയത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം. തിരിച്ചുപോകാൻ ഇടമില്ലാത്തതിനാൽ രാജ്യത്ത് നിലവിലുള്ള അഭയാർത്ഥികളെ മതപരിഗണന കൂടാതെ സ്വീകരിക്കാനും പൗരത്വം നൽകാനും സർക്കാർ തയ്യാറാകണമെന്നും സിനഡ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അഭയാർത്ഥികളിൽ ചിലരെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും പൗരത്വം നിഷേധിച്ച് സ്ഥിരമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ പാർപ്പിക്കാനുമുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നും ഭാരതമെന്ന മഹത്തായ രാജ്യത്ത് മതേതരത്വവും തുല്യനീതിയും നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ഓരോ പൗരനെയും ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നും സിനഡ് വ്യക്തമാക്കിയിരുന്നു. സിനഡിന്റെ തീരുമാനപ്രകാരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകുന്നതിന് തന്നെ കാണാനെത്തിയ BJP നേതാക്കളിൽ നിന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നോട്ടീസ് സ്വീകരിക്കുന്ന ഫോട്ടോ ഉയർത്തിക്കാണിച്ച് സീറോ മലബാർ സഭ സംഘപരിവാർ അനുകൂല നിലപാടെടുത്തെന്ന വ്യാഖ്യാനം ഇന്നാട്ടിൽ നിലനിൽക്കുന്ന പരസ്പര ബഹുമാനത്തെയും സാമാന്യ മര്യാദകളെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഘപരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ചും സീറോ മലബാർ സഭയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. കേരളത്തിലെ ബഹുമാന്യരായ മുസ്ലിം നേതാക്കളോ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനകളോ ഈ വിഷയത്തിൽ സഭയുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നില്ല എന്നത് കമ്മീഷൻ പ്രത്യേകം എടുത്തു പറയുന്നു. സീറോ മലബാർ സഭ എന്നും പൊതുനന്മയ്ക്കും മതമൈത്രിക്കും വേണ്ടി നിലകൊണ്ടിട്ടുള്ള സമൂഹമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രവർത്തന ശൈലിയും കാഴ്ചപ്പാടുകളുമാണ് സഭയുടേതെന്നും പ്രബുദ്ധമായ കേരള സമൂഹത്തിന് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടെന്നും സീറോ മലബാർ സഭ മീഡിയ കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഷെഗന ന്യൂസ് ബ്യൂറോ, കൊച്ചി.